കോട്ടയം നെല്ലാപ്പാറയിൽ വിദ്യാർത്ഥികളുമായി വിനോദയാത്രയ്ക്ക് പോയ ഒരു ബസ് അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത രാവിലെ തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങലിനടുത്തുള്ള തോന്നയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 36 പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റുവെന്നും ഞങ്ങളുടെ പ്രതിനിധി അറിയിക്കുന്നു. ആദ്യം നമുക്ക് ചില പ്രതികരണങ്ങൾ കാണാം. ഇവിടെ സ്ഥിരം അപകടം ഉണ്ടാകുന്ന വളവാണ്. ഈ ആഴ്ച തന്നെ 3-ാമത്തെ 4-ാമത്തെയാണ്. ആഴ്ചയിൽ 2 എണ്ണം ഉറപ്പാണ്. ഈ ലോറിയൊക്കെ നേരെ വന്ന് ഇടിച്ച് മറിയുക. പിന്നെ അന്നേരം കയറ്റിക്കൊണ്ട് പോകണതുകൊണ്ട് ആരും അറിയുന്നില്ലെന്ന് മാത്രം. അങ്ങനെ ഇവിടെ ഈ വളവ് എന്തെങ്കിലും ചെയ്യാതെ രക്ഷയില്ല. ഈ വളം താഴ്ത്ത വളം. നെല്ലാപ്പാറ മുതൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ സിഗ്നൽ സംവിധാനം യാതൊന്നും തന്നെ ഇല്ല. നമ്മളത് അധികാരികളോട് പലതവണ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അപകട മുന്നറിയിപ്പ് ബോർഡെങ്കിലും സ്ഥാപിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടാണ്. പക്ഷേ ഇതുവരെയായിട്ട് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഏകദേശം ഒരു മാസം 30-35 വണ്ടികൾ ഇവിടെ മറിയുന്നുണ്ട്. നമുക്കിപ്പം ടോബി ജോൺസൺ കോട്ടയം നിന്ന് ചേരുന്നു. ടോബി, ഈ അപകടം എപ്പോഴാണ്? ഈ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ്? അതിൽ ചില കുട്ടികൾക്ക് സാരമായി പരിക്കുണ്ടെന്ന വാർത്തയുണ്ടായിരുന്നു. അവരുടെ നിലയിൽ മാറ്റമുണ്ടോ? ഗുഡ് മോർണിംഗ് SKN. 6 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. 6 പേർക്കാണ്. ഇത് വിദ്യാർത്ഥികളുമുണ്ട്, അതുപോലെ തന്നെ ഈ ബസ്സിലുണ്ടായിരുന്ന മറ്റ് അധ്യാപകരും ഒക്കെ ഉണ്ടെന്നാണ് അറിയുന്നത്. ആരൊക്കെയാണെന്ന് കൃത്യവിവരം ലഭിച്ചിട്ടില്ല. 6 പേർക്ക് സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് അത്ര സാരമായിട്ടുള്ള പരിക്കുകളല്ല. മൊത്തം 36 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 42 കുട്ടികളും 4 അധ്യാപകരുമാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. 3 ബസ്സുകളാണ് ഈ തോന്നയ്ക്കൽ സ്കൂളിൽ നിന്നും കൊടൈക്കനാലിലേക്ക് പുറപ്പെട്ടത്. അവിടെ നിന്നും മടങ്ങി വരുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഈ നെല്ലാപ്പാറയ്ക്ക് സമീപത്ത് ഈ അപകടം നടക്കുന്നതിന് ഏകദേശം ഒരു 500 മീറ്റർ മാറി ഒരു ചായ രാത്രിയിൽ പോലീസുകാർ ഈ ഡ്രൈവർമാർക്ക് ചായ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ നിർത്തി ഈ ബസ് ഡ്രൈവർമാരൊക്കെ ചായ കുടിച്ചതിന് ശേഷമാണ് വാഹനം മുന്നോട്ടെടുത്തത്. അവിടെ നിന്നും ഒരു 300 മീറ്റർ മാറിയപ്പോഴാണ് ഈ വളവ് വന്നത്. അവിടെ വെച്ച് നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നു. ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് പോലെ തന്നെ നിരന്തരം അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. മറ്റ് ഉറങ്ങിപ്പോയതാണോ, ഡ്രൈവർ ഉറങ്ങിയതാണോ എന്നൊരു സംശയം നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ അശാസ്ത്രീയമായിട്ടുള്ള വളവായതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ സ്ഥിരമായി പോകാത്ത ഡ്രൈവർമാരാണെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് സ്ഥിരമാണ്. നിരന്തരമായി അപകടം ഉണ്ടാകുന്ന ഒരു വളവാണ്. അവിടെയാണ് അപ്പോൾ ആ വാഹനം തിരിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടമായതാണ് ഈ അപകടത്തിന് കാരണമായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബസ് പോകുന്നതിനൊപ്പം തന്നെ മറ്റ് 2 ബസ്സുകൾ, ഇതേ സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെ സഞ്ചരിക്കുന്ന മറ്റ് 2 ടൂറിസ്റ്റ് ബസ്സുകൾ കൂടി ഒപ്പമുണ്ടായിരുന്നു. അതിലൊരു ആ വാഹന വ്യൂഹത്തിലെ ഒരു ബസ്സാണ് മറിഞ്ഞത്. എന്തായാലും ഉടൻ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ഈ കുട്ടികളെയും അതുപോലെ തന്നെ പരിക്കേറ്റ അധ്യാപകരെയും എല്ലാം ആശുപത്രിയിലേക്ക് മാറ്റി. പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാട്ട് മാറ്റിയിട്ടുള്ളത്. 6 പേർക്ക് സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. നിരന്തരം അപകടമുണ്ടാകുന്ന ഒരു വളവായി ഈ നെല്ലാപ്പാറ വളവ് മാറിയിട്ടുണ്ട്. അതിൽ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നാണ് ഈ നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.